കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. 23 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കലോത്സവം വിജയകരമായി നടത്തുന്നതിന് വിപുലമായ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. This news brought to by iPax കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ മനസ്സാണ് ഏറ്റവും അമൂല്യമായ നിധി. വളർന്നു വരുന്ന തലമുറയുടെ മനസ്സ് വിശുദ്ധമാക്കുന്നതിൽ കലാപ്രവർത്തനത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു. ഭാവനകളിലൂടെ പ്രകാശം ചൊരിയുന്ന ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിന് പശ്ചാത്തലമൊരുക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ പല പരിപാടികളിലും ഇത് പങ്കെടുത്തിട്ടുണ്ട്, കാണാൻ കഴിയുന്നത്. എന്തെല്ലാം ഭാവമധുരമായ അവതരണങ്ങളാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. കൊച്ചു കലാകാരികളും കലാകാരിമാരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഭാവസാന്ദ്രമായ മനോഹരമായ സൃഷ്ടികൾ, അത് നമ്മുടെ മനസ്സിനെ തന്നെ ഉത്ബുദ്ധമാക്കും, നമ്മുടെ മനസ്സിനെ തന്നെ ഉത്കൃഷ്ടമാക്കും. ആ നിലയിലുള്ളതാണ് അവരുടെയൊക്കെ ജന്മസിദ്ധമായ കലാവൈഭവങ്ങളുടെ അവതരണം എന്ന് ഞാൻ ഇവിടെ വിനീതമായി ഓർമ്മിക്കാം. അതുകൊണ്ട് ഇത് പരിപാടികൾ കേവലം ഒരു കലാപരിപാടികൾ എന്ന നിലക്കല്ല, നിലമറിച്ച് വളർന്നു വരുന്ന തലമുറയുടെ ഭാവസാന്ദ്രമായ ദർശനങ്ങൾ, അവരുടെ കർമ്മശേഷി സ്വീകരിക്കപ്പെടേണ്ട ഏറ്റവും ഉത്ബുദ്ധമായ ചിന്തകൾ, ദർശനങ്ങൾ, അതിൻ്റെ സമാഹരണമാണ് ഈ പരിപാടികളെന്ന് ഞാൻ ഒറ്റവാക്കിൽ പറയുകയാണ്. നമ്മുടെ കുട്ടികൾ വഴിവഴിപ്പിക്കുന്ന ഈ പറഞ്ഞതുപോലുള്ള ചില കാഴ്ചകൾ ഞാൻ പറഞ്ഞതുപോലെ അവരെ രക്ഷപ്പെടുത്തണം. അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സംരക്ഷകർ. അവരുടെ മനസ്സിലാണ് ചരിത്രമായി സൃഷ്ടിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രിക സമഗ്രതയും ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തതാണ് കേരള സംസ്ഥാനം. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വിദ്യാലയം തുറക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് സ്കൂൾ കവാടങ്ങളിൽ വന്ന് കളിയും ചിരിയും തമാശയും കുസൃതിയും ഒക്കെയായി ചിരിച്ച് ജീവിക്കേണ്ട സന്ദർഭമാണ്. അവിടെ വിലങ്ങി വെക്കേണ്ടതിൽ നമ്മളെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷനായി. ഇതുപോലെ ഇവിടെ ഉയർന്നു നിൽക്കുന്ന കൊടിമരത്തിൽ അന്ന് പാറിയിരുന്നത് ബ്രിട്ടീഷുകാരൻ്റെ യൂണിയൻ ജാക്കാണ്. ആ പതാക പാറുന്ന സ്കൂളിൽ അന്ന് പഠിച്ചിരുന്ന ഒരുപറ്റം കുട്ടികൾ അവരുള്ളിലെ സ്വാതന്ത്ര്യമോഹം തളച്ചുമറിഞ്ഞപ്പോൾ അവർ ഖദർ കുപ്പായവും ഖദർ തൊപ്പിയും ധരിച്ച് സ്കൂളിൽ വരികയും സ്കൂൾ അധികൃതരുടെ വലിയ പീഡനങ്ങൾക്ക് അവർ ഇരയാവേണ്ടി വരികയും ചെയ്തിട്ടുള്ളത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളിലൊന്നാണ്. M. വിജിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, കണ്ണൂർ DDE KN ബാബു, മഹേശ്വരി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പയ്യന്നൂരിലെ 16 വേദികളിലായി 319 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 15 ഉപജില്ലകളിലെ 10,695 പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം 23-ന് സമാപിക്കും. സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. CCNet ന്യൂസ്, പയ്യന്നൂർ. എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ. സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. ചെറുപുഴ iPaxൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം. എല്ലാ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ 5 സമ്മാനങ്ങൾ, 2 വർഷ കാലാവധിയിൽ 0 കോസ്റ്റ് EMI സൗകര്യം. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും. അപ്പോൾ സമയം കളയാനില്ല, ഇത് തന്നെ നല്ല സമയം. നേരെ iPaxലേക്ക് വന്നോളൂ. കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ. ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി iPax കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ. മൊബൈൽ 7907799505. iPax സിറ്റി സെന്റർ ഇരട്ടി. മൊബൈൽ 9633810022.